ഹലോ ഹലോ ഹലോ, നമുക്കിന്നൊരു ബിരിയാണി ആയാലോ? അത് മാനാലി ബിരിയാണി. എറണാകുളംകാരുടെ ഒരു ഫേവറേറ്റ് ബിരിയാണിയാണ് മാനാലി ബിരിയാണി. അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ മാഗ്നീഷ്യൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങനീര്, വിനീഗർ ഇതെല്ലാം കൂടി ആക്കിയിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക. ഇതിലേക്ക് ക്ലീൻ ആക്കി വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കിലോ എടുക്കുന്നുണ്ട്. നല്ലോണം മാഗ്നേറ്റ് ചെയ്തിട്ട് മിനിമം ഒരു 2 hours വെക്കുക. ഞാനിവിടെ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം ലഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ പാൻ വെച്ചു. നമുക്കിതിനെ 2 രീതിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ ചിക്കനെ ഫ്രൈ ആക്കിയിട്ട് ഇടാം, അല്ലെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോക്ക് എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് ഒരു 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതായത് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ, ചിക്കൻ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലോണം മിക്സ് ആക്കുക. ഓയിൽ എല്ലായിടത്തും എത്തിയെന്ന് ഇതായതിനു ശേഷം നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടേസ്റ്റ് ആയിരിക്കുമല്ലോ ചിക്കന് ഫ്രൈ ആക്കുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഓയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ ആ ഒരു കളറ് മാറി വരില്ലേ, ഈ ടൈമിൽ നമുക്ക് ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വെച്ചിരുന്ന ഇതിൽ തന്നെ ഇതിൽ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് അതിനെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്കാക്കാം. എനിക്ക് കളർ കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടോ. നല്ല നല്ലോണം മിക്സാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും. നമുക്ക് നല്ല സ്മെല്ലാണ് ഇപ്പോൾ. നല്ല ചിക്കൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് അടിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ചിക്കൻ ഒന്ന് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. മസാലയും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് 3 സവാള എടുക്കുന്നുണ്ട്, കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, 2 വലിയ തക്കാളി, ഇത്രയും മതി കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ, എന്തായെന്ന്. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50% കുക്കായിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഫ്രൈയിൽ ചെയ്യാം. ഇതിനടുത്ത് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോക്കിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റോക്ക് നല്ല കോൺസെൻട്രേറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. നല്ലൊരു ചിക്കൻ്റെ ഒരു ചാറ് അങ്ങനെ പറയാം. ഇനി ഈ ചിക്കനെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. വേറെ പ്രത്യേകിച്ച് മസാല ഒന്നും ആഡ് ഒന്നും ചെയ്യണ്ട. ഇതിനിങ്ങനെ തന്നെ ഒന്ന് ഒരു ഷാലോ ഫ്രൈ. നല്ല തിക്കായിട്ടുള്ള സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു കപ്പിലേക്ക് മാറ്റാം. കറി ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്, മസാല ഉണ്ടാക്കുന്നത്. സ്റ്റോക്ക് മാറ്റുന്നുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട് ഏകദേശം. ഇനി പാൻ വെച്ചു. നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തതിന് 2 ഒരേ ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിയും. ഇതൊരു 3 പ്രൊസീജിയറാണ് ഉള്ളത്. ഒന്ന് ചിക്കനെ ഒന്ന് കുക്കാക്കി എടുക്കുക, ചിക്കനെ ഫ്രൈ ആക്കുക, റൈസ് വെക്കുക. റൈസിനെ നമ്മൾ വറ്റിച്ചെടുക്കുക, കുറ്റിക്കളയല്ല, വറ്റിച്ചെടുക്കുക. ഈ റൈസ് വെക്കില്ലേ, സെയിം തന്നെ. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു. ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ഒണിയനെ ഫ്രൈ ആക്കി എടുക്കാം, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓയിൽ ഒഴിച്ചു. ഓയിലും ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഷാലോ ഫ്രൈ മതി കേട്ടോ. കാരണം കുക്കായതാണ്. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ മുരിയായി നമുക്ക് കറിയിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്.
മാനാലി പോയാണ്ടല്ലോ പല സ്ഥലത്തു നിന്നും ബിരിയാണി കിട്ടും. പക്ഷെ അതിൽ 1-2 ഷോപ്പിൽ നിന്നാണ് നല്ല ശരിക്കും മനാലി സ്റ്റൈൽ നമുക്ക് കിട്ടുക, ഒതൻറ്റിക് മനാലി ബിരിയാണി കിട്ടുക. നമ്മൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലായിടത്തും ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മസാലയിലേക്ക് പോകാം. ഇതിനൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മുടെ പാൻ വെച്ചു, കടായി വെച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. സുഖം തന്നെയാണ്, അതായത് കണ്ടു കഴിഞ്ഞാൽ നെയ്ച്ചോറും കറിയും മാതിരി തോന്നും, പക്ഷെ ബിരിയാണിയുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 3 ഒണിയൻ ഉണ്ട് കേട്ടോ. 3 ഒണിയൻ നല്ലോണം ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ വാട്ടുക. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. നല്ലോണം മിക്സ് ആക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. നൈസായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒണിയനെ സ്ലൈസ് ചെയ്യുമ്പോൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒണിയൻ്റെ മാത്രമുള്ള സോൾട്ട്, കാരണം സ്റ്റോക്കിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. സവാള നല്ലോണം മിക്സാക്കി കൊടുക്കുക, നല്ലോണം സോഫ്റ്റ് ആവണം, കളർ ചേഞ്ച് ആവണം. ആ ഒരു ഗോൾഡൻ കളർ ആവില്ലേ, ഇത്രയും നേരം നമ്മൾ ക്ഷമയോടെ നിന്നിട്ട് ഒറ്റയെടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാം കേട്ടോ. ചെറിയുള്ളിക്ക് ചതച്ചതാണ്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ്. ചെറിയുള്ളി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ ആ ഒരു റോ സ്മെല്ലില്ലേ, പച്ച, അത് പോകുന്നവരെ മിക്സാക്കി എടുക്കുക. അതൊന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർലിക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി പേസ്റ്റ് അതും ഒത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ക്വാണ്ടിറ്റി ഒന്നുമില്ല, നമുക്ക് ഒരു ഇത് അറിയാമല്ലോ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്വാണ്ടിറ്റി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഗാർലിക് ഇട്ടു. അതിൻ്റെയും ആ ഒരു പച്ച സ്മെല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് ജിഞ്ചർ പേസ്റ്റ് ഇടാം, ഇഞ്ചി ചതച്ചത്. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കുക. പിന്നെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഇഞ്ചി ഇട്ടു. ജിഞ്ചർ ഗാർലിക് ഇഞ്ചിന് നല്ലോണം അരയ്ക്കുക, ഗാർലിക് അത്ര അരയണ്ട. ഓക്കെ, അപ്പം ഇഞ്ചിയുമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാശ്മീരി ഇട്ട് നല്ല കളർ ഉണ്ടാവും. ഇതിൽ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, മുളക് പൊടി ഇടുന്നുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേബിൾ അല്ല, ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ ബിരിയാണിയിൽ മല്ലിപ്പൊടി ഇട്ടില്ല, മനാലി ബിരിയാണിയിൽ മല്ലിപ്പൊടി ഇടും, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മല്ലിപ്പൊടി ഇട്ടു, മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക്, മല്ലി, മഞ്ഞൾ, പിന്നെ കുറച്ച് ഗരം മസാല. ഗരം മസാലയിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇത് 3 മാത്രം പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെയും ആ ഒരു റോ സ്മെല്ല് പോകുന്നവരെ മിക്സ് ചെയ്യുക. ഇതാട്ടോ ഗരം മസാല, അത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഇളക്കുക, നല്ലോണം മിക്സ് ആക്കുക. ഫോൺ ചെറുതായിട്ടൊന്ന് ഹാങ് ആയി തോന്നും കേട്ടോ. ഈ നമ്മുടെ സ്റ്റോക്കില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. ആ കട്ട കുത്തിയതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കുറച്ച് സ്റ്റോക്ക് ഒഴിച്ചു. നല്ലോണം മിക്സ് ആക്കുക.
പിന്നെ നമ്മുടെ ബാക്കിയുള്ള സ്റ്റോക്ക് ഒഴിച്ച് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഗ്രേവിയുടെ തിക്നെസ് എത്രത്തോളം വേണമെന്ന് നമുക്ക് നോക്കിയിട്ട്, ഒരുപാടൊന്നുമല്ല, കുറച്ച്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. പുതിന വേണ്ട, പുതിന ഈ മണൽ ബിരിയാണിയിൽ പുതിന യൂസ് ചെയ്യില്ല. ചിലവരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, പക്ഷെ അതിൻ്റെ ഇതിൽ ഇടുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവൊക്കെ നോക്കുക, കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ എരിവ് ഓൾറെഡി നല്ലോണം ഉണ്ട്, ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അപ്പോൾ അതിട്ട്. ഇനി നമുക്ക് നെയ്ച്ചോറിലേക്ക് പോവാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു. ഒണിയൻ്റെ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. ആ ടൈമിൽ ഇതിരുന്ന് തിളയ്ക്കട്ടെ. നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ആക്കി ചിക്കനില്ലേ, അതിട്ട് കൊടുക്കാം. ഞാൻ ആ ഓയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് ഇതാക്കുന്നത്. ഓയിൽ നമുക്കിനി റൈസ് വെക്കുമ്പോൾ അതിലേക്ക് എടുക്കും, ചിക്കൻ്റെ ഒരു ഫ്ലേവർ റൈസിലും കിട്ടുമല്ലോ, അതിന് വേണ്ടി. ശരിക്കും ഇത് ഈ കറിയിൽ വേണമെന്ന് എടുക്കാൻ എനിക്ക് വിട്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനി നമുക്ക് റൈസിലേക്ക് ആക്കാമെന്ന്. ഇനി ചിക്കൻ അവിടെ നല്ലോണം തിളക്കട്ടെ. ഇത്തിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കുറുകി വരട്ടെ, ഒന്ന് വറ്റി വരട്ടെ. അടച്ച് വെക്കാം. ഇനി നമുക്ക് റൈസിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ, ആ ഓയിൽ ഒഴിച്ചു കൊടുത്തു, ഗീ ഇട്ട് കൊടുത്തു, പിന്നെ ഹോൾ സ്പൈസസിലായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുത്തു, പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. നല്ലോണം അതിടുന്ന ആ ഒരു പൊട്ടി വരില്ലേ ഏലക്കയൊക്കെ, അതിനുമ്പോഴേക്ക് നമുക്ക് ഒണിയൻ ആഡ് ചെയ്യാം. ഒരു ഒണിയൻ, ഒരു സവാള നൈസായി കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം കളർ ചേഞ്ച് ആവാണ്ട് നോക്കാം കേട്ടോ. ഇത് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ, ഒരു ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈസ് മൊത്തം അത് ബാധിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ ഇതായത് കൊണ്ട് കളർ ചേഞ്ച് വന്നു, അപ്പോൾ പ്രശ്നമില്ല. നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുതിന ഇട്ട് നന്നായിരിക്കും നെയ്ച്ചോറിൽ. പിന്നെ മഞ്ഞൾ ബിരിയാണിയിൽ അത് ഇടാറില്ലാത്തതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. പിന്നെ നമുക്ക്, ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തേക്കണം. ഇപ്പോൾ 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ്സിന് 2 എന്നുള്ള രീതിയിൽ, അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട സോൾട്ടും ഇട്ട് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഹോൾ സ്പൈസസ് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, സവാള. ഇനി സോക്ക് ചെയ്ത് വെച്ച് ജീരകശാല കേട്ടോ, അതിട്ട് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം, തിളക്കട്ടെ. ഈ വാട്ടർ വറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്, നമ്മൾ ഊറ്റിക്കളയല്ല. പിന്നെ 1 സ്പൂൺ നെയ്യ് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. അങ്ങനെ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ അവിടെ അവർ ഡാൽഡയാണ് യൂസ് ചെയ്യണത്. ഡാൽഡ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക, ഓയിലും ഗീയും വെച്ചിട്ട് തന്നെ ഇതാക്കാം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇത് 2 രീതിയിൽ സെർവ് ചെയ്യാം കേട്ടോ. ഒന്ന് റൈസിൻ്റെ സൈഡിൽ ചിക്കൻ വെച്ചിട്ടും ഇപ്പോൾ ചെയ്യുന്ന മാതിരി, അല്ലെങ്കിൽ ചിക്കൻ്റെ ഗ്രേവി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ റൈസ് ഇടുക, എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കലാണ്. ഇത് ഞാനിങ്ങനെ ഉണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ഓണിയൻ ഫ്രൈയും ക്യാരറ്റും പുതിനയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായി, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റും പൈനാപ്പിളും ഇട്ടാൽ നന്നായിരിക്കും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കാരണം ക്യാരറ്റും പൈനാപ്പിളും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗാർണിഷിന് മാത്രം കുറച്ച് ക്യാരറ്റ് ഒരു നുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അർഹാവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഞാൻ പറയിപ്പിച്ചതൊന്നും അല്ല കേട്ടോ, ആൾ തന്നെ പറയുന്നുണ്ട് സൂപ്പറാണ്.